എന്തുവാടോ പയ്യെ കയറ്റി. एक गिलास दारू दे दो ना. एक गिलास मैं 10 बजे पिया था भाई. കള്ളിന് വീര്യം കുറവാന്നുള്ള പരാതി കേൾക്കാതിരിക്കാനാ കാശൊന്ന് നിന്നവിടെ കടത്തിരിക്കുന്നത്. കിടക്കാടെ. അയ്യേ വാ വാ വാ. ഓ ഒന്നങ്ങോട്ട് മാറിക്കട ശ്രമി. രാവിലെ വന്ന് ഒരു ഗ്ലാസ് കള്ളുടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും ഏരപ്പാളി മലയാളികൾ. ഈശ്വര കൊച്ചേട്ടൻ ഇന്നിവിടെ നാശകോശമാവും. മേരെ പ്യാരെ ഷാപ്പുവാസിയോ. नहीं അതല്ല मेरे हाथ में आया है. നിങ്ങളാരും ജഗടക്ക് പോയത് ഹേ. ഇത് മേരെ അപേക്ഷ ഹേ. എന്തോടോ ചിരിക്കണത്? ഇവരോട് സ്ഥിരം ഹിന്ദി പറഞ്ഞു പഠിച്ചാ ഞാൻ. ആര് വരുന്ന കാര്യം ഇപ്പോൾ ഒന്നും പറയുന്നത്? താനീ നാട്ടിലല്ലേ കൊച്ചിട്ടാ വരണേ. അയാള് പിറ്റേ മനഃപൂർവ്വം എടുക്കും. അത്രയ്ക്ക് ചട്ടമ്പിയാ? ചട്ടമ്പിയാളെ കെട്ടിയോളാ. ഈളങ്ങൾ ചെയ്ത അവര് വന്ന് തല്ലിടൂ. കോമളോ എടാ കോമാളി എന്താ വാടാ? എന്ത് ചേട്ടാ? എടാ ഹിന്ദിക്കാരൻ വരെ എന്ത് വാട എന്നാ ചോദിച്ചത്. കൊച്ചേട്ട കേറിയിരി. എന്താണ് ഉടക്കട ഈശ്വര എല്ലാം തീരുമാനമായി. ജീപ്പിടോ? വേണ്ട, പറഞ്ഞാ മതി എവിടെ കേറണമെന്ന്. കേറിക്കോളാം. അല്ല ഞാനും കേറണോ? പോയി കേറണോ? നിങ്ങളുടെ കെട്ടിയോനെ തല്ലിയ നിങ്ങൾ ആരെയും തല്ലുമല്ലേ? എന്നാ നിങ്ങളുടെ മുമ്പിട്ട് ഇയാളെ ഞാൻ തല്ലാൻ പോവാ. നിങ്ങൾ എന്നെയും തല്ലു. എന്റെ മുന്നിൽ വെച്ച് കൊച്ചേട്ടന്റെ രോമത്തെ തൊടാന്ന് സാറ് കരുതണ്ട. അതിന് ഈ ചിന്നമ്മ ചാകണം. മനസ്സിലായി? എന്താ വത്സലിക്കൊരു മടി? പിടിച്ചു മാറ്റാൻ സാർ ഓർഡർ ഇട്ടാലൊന്നും അവൾ അനങ്ങില്ല. അവൾക്ക് ശരിക്കും അറിയാം ഈ ഉണ്ണിയാർച്ചയെ. എന്റെ പൊന്നു സാറേ, സാർ ഒറ്റത്തടിയാ. ഞങ്ങൾക്ക് ഈ കുഞ്ഞൂട്ടി പരാധീനങ്ങളൊക്കെ ഉള്ളതാ. ഞാൻ മാറ്റിക്കൊള്ളാം. തുടരുത്. വിടി സാറേ, മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. മാറ്റിവെച്ചോട്ടെ ഭായി. സാറേ, ഞാൻ അഡ്വക്കേറ്റ് സൈമൺ പുളിമൂട്. ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോൾ മേത്ത് തൊടണമെങ്കിൽ അതൊരു വനിതാ പോലീസ് ആയിരിക്കണം. സാറിപ്പോ ഇവിടെ പുതിയ ആളായോണ്ട് നിയമം അറിയാവുന്നില്ലല്ലോ. നമ്മൾ ജാമ്യം എടുക്കാൻ വന്നതായിരിക്കും. കോടതി ഹാജരാക്കും. അവിടുന്ന് ജാമ്യം എടുത്താൽ മതി. ദേ പിന്നെ വിവരക്കേട്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ വനിതാ പോലീസ് ഒന്നും ഇല്ലായിരുന്നു. അല്ലേ തന്നെ ഇവരിപ്പോ ചെയ്ത തെറ്റെന്തുവാ? ഒരു സ്ത്രീ കള്ളുഷാപ്പിൽ കയറിയതോ? അതൊക്കെ ഈ നാട്ടിലൊരു തെറ്റാണോ സാറേ? കേസ് നിൽക്കൂല. ഇവര് തിരിച്ചൊരു കേസ് കൗണ്ടർ ഫയൽ ചെയ്താ സാറിന്റെ തൊപ്പിയിൽ പിന്നെ പുളി ഉണക്കാനേ പറ്റുള്ളൂ. ഇറക്കി വിട് സാറേ. കുടുങ്ങുവേ. വിട്ടേക്ക് സാറേ, പുലിവാലി കേസാണ്. എഴുതി മേടിച്ചിട്ട് പറഞ്ഞു വിടറോ. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. എല്ലാ കുരുക്കും മുറുക്കി ഞാൻ കാത്തിരിക്കും. നിങ്ങൾ ഒന്ന് വീഴുകയും ചെയ്യും. ഇവിടെ
എന്നാടി വന്നേ, നിന്റെ വണ്ടിക്ക് എന്നാ പറ്റി? ഇതാര് വക്കീലോ? ആ. ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. തള്ളാൻ ഞാൻ സഹായിക്കണോ? കോടതി തള്ളുന്ന പോരെ. ഈ സെൻസ് ഓഫ് ഹ്യൂമർ ആണ് എനിക്കിഷ്ടം. താങ്ക് യു. ഇന്നലെ നടന്ന സംഭവം വല്ലതും ചിന്നമ്മ മാഡം പറഞ്ഞായിരുന്നോ? എന്ത് സംഭവം? അപ്പൊ ഒന്നും പറഞ്ഞില്ലേ? ഇവിടുത്തെ SI ഉണ്ടല്ലോ, ഒരു മക്കുണാഞ്ചൻ, അവനെ ഞാനങ്ങ് പൊരിച്ചു. 2 തെറിയങ്ങ് പറഞ്ഞപ്പോ ഒതുങ്ങിപ്പോയി നാറി. സംസ്കാരം ഇല്ലാത്തവനെ ഇടപെടാൻ കൊള്ളിയല്ല. അതാണ്. നീ വണ്ടി ഒതുക്കി വെച്ചിട്ട് കാറിലോട്ട് കയറ്, ഞാൻ കൊണ്ടാക്കാം. പോണ വഴിക്ക് വല്ല വർക്ക്ഷോപ്പിലും പറയാം. ഏയ്, ഒരു കരട് കയറിയതാ. പറ്റിയില്ലെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിക്കോളാം. അതെ, ഒരു കാര്യം പറയണമെന്ന് കുറച്ചു നാളായിട്ട് വിചാരിക്കുന്നു. എന്ത് കാര്യം? എടി, നിലവിൽ നിങ്ങളുടെ കമ്പനി വക്കീലാണല്ലോ ഞാൻ. അതെ. എന്നാ പിന്നെ കുടുംബ വക്കീലും കൂടി ആയാലോ എന്നൊരാലോചന. മനസ്സിലായില്ല. എടി കൊച്ച, ഞാൻ നിന്നെ കെട്ടിക്കോളാന്ന്. ചേട്ടന് നല്ല വെളുപ്പൊക്കെ ഉണ്ട്. തോമാസ് ലീഹ ഇവിടെ വന്ന് മുഖ്യോണ്ടാ. അല്ലെ നീയൊക്കെ എന്നെ തമ്പുരാനേന്ന് വിളിച്ചേനെ. അതാ ഇനം. നല്ല സൗന്ദര്യവും ഉണ്ട്. വാരിക്കോരി തന്നിരിക്കുക. പക്ഷെ എല്ലാം ഉണ്ടായാലും സംസ്കാരം വേണം. അതെ, ഈ കോടതിയിൽ കണ്ട കള്ളുപിടിയന്മാരും പെണ്ണുപിടിയന്മാരും കൊള്ളക്കാരുമായിട്ടാ എന്റെ സ്ഥിര സഹവാസം. അതുകൊണ്ട് ഇച്ചിരി വർത്താനം കൊണ്ടൊക്കെ ഇത്രേ കാണുള്ളൂ. ഇനി അതും പറഞ്ഞ് എന്നെ ഉണ്ടാക്കി പിരിവെട്ടിക്കാൻ പറയണ്ട കേട്ടാ. വായി തുറന്ന ഭരണിപ്പാട്ട്. ചേട്ടനെ കേട്ടിയാ എന്റെ ജീവിതം ഒരു പൂരപ്പറമ്പാവും. അല്ലേലും BMW ഫിയറ്റ് എഞ്ചിൻ ശരിയാവില്ല. അതുകൊണ്ട് ചേട്ടൻ വിട്ടോ, ഇത് ശരിയാവില്ല. ശരിയായല്ലോ. കോട്ടയത്തുള്ളൊരു ഹോട്ടലിൽ ചെന്നപ്പോ കൊച്ചേട്ടോ, ഇങ്ങോട്ട് നോക്കിയേ. 6 മാസമായിട്ട് ഭാര്യ തന്നോട് മിണ്ടണില്ല എന്ന് പറഞ്ഞേ ഭർത്താവ് വിവാഹമോചനം നേടിയെന്നു. മണ്ടൻ. ഇക്കാലത്തെ ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാൻ തപസ് ചെയ്യണം. ഞാളൻ. ശരിയാ, കൊച്ചേന്റെ കാര്യം തന്നെ നോക്ക്. ആ പഹച്ചൊരു സൗകര്യം കൊടുക്കണില്ലെന്നേ. സ്വൈരം പോയിട്ട് ഒന്നും കൊടുക്കണില്ലല്ലോ. അല്ല, നിങ്ങൾ ഇത്രയും കാലം ഈ വേളാങ്കണ്ണിക്ക് പോയിട്ട് ഒരു മാറ്റം ഉണ്ടായില്ലേ? ഓ, വേളാങ്കണ്ണിക്ക് മാറ്റം ഉണ്ടായി. വെറുതെ അല്ല, ഇന്ത്യയിൽ ഓരോ 7 മിനിറ്റിലും ഒരു സ്ത്രീ പ്രസവിക്കുന്നത് കൊണ്ടാണ് ജനസംഖ്യാവർദ്ധനവെന്ന് മന്ത്രി. എന്നാ പിന്നെ ആ പെണ്ണും പിള്ളയെ കണ്ടുപിടിച്ചേ പ്രസവം നിർത്തിച്ച പോരായിരുന്നു. ഇവിടെ വന്നിരിക്കായിരുന്നു. ഞാൻ എവിടെല്ലാം അന്വേഷിച്ച്. ചേടാ, എന്നാ പിന്നെ നിനക്ക് ആദ്യം ഇവിടെ വന്ന് തിരക്കിയ പോരായിരുന്നോ? ഞാൻ ഇവിടെ അല്ലേ ഉള്ളത്. ബ്രോക്കർ കുഞ്ഞമ്പൂന്റെ കയ്യിൽ നല്ല വെള്ളലൂപൊരു ചെക്കനുണ്ട്. ചേടാ, നിനക്കെന്താ ഉച്ചക്കിറക്കുണ്ടോ? ഇവിടെ ഇപ്പം ആർക്കാ കല്യാണം? നമ്മുടെ റാണിമോക്ക് തന്നെ. എടാ, അവള് കൊച്ചു പെണ്ണല്ലയോ? ഇപ്പോഴേ പിടിച്ച് കെട്ടിക്കണോ? അത് പിന്നെ പ്രായം തികഞ്ഞ പെണ്ണും മരുന്ന് നിറച്ച കതിനും ഒരുപോലെയല്ല ചേട്ടാ. അതുകൊണ്ടല്ലേ എന്റെ മോളെ ഞാൻ നേരത്തെ കെട്ടിച്ചയച്ചത്. ഇല്ലെങ്കി അവളുടെ സമൂഹ വിവാഹം ഇവിടെ നടന്നേനെ. എന്നാ പിന്നെ ഞാൻ ഈ വിവരം വീട്ടിൽ ചെന്ന് ചിന്നമ്മയോട് തഞ്ചത്തിലൊന്ന് അവതരിപ്പിച്ച് നോക്കാം. എന്താ പറയുന്നു? എനിക്കിപ്പോ കല്യാണം ആലോചിക്കാൻ ആരാ പറഞ്ഞേ? ഞാൻ എന്താ മൂത്ത് നരച്ചിരിക്കുവാണോ? എന്റെ മോളെ കൈവന്ന ഭാഗ്യം തട്ടിക്കളയണ്ട എന്നാണ് എന്റെ അഭിപ്രായം. എന്റെ ആർച്ചേ, ഒരു കുറച്ചു കാലം കൂടെ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് നടന്നോട്ടെ. ചെറുക്കാൻ വന്നൊന്ന് കണ്ടിട്ട് പോയെന്ന് വെച്ച് ആകാശൊരിഞ്ഞ് വീടോ? എടി നോക്ക, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് തുറന്ന് പറ. ഞാൻ പറഞ്ഞ നടത്തി തരുമോ? അത് പറയട്ടെ. ചെറുക്കൻ അമേരിക്കയിലാ, ബിസിനസ്സാ. അമേരിക്കയിലോ ഉഗാണ്ടയിലോ ആയിക്കോട്ടെ, നീ പേര് പറ. ട്രംപ്, ഡൊണാൾഡ് ട്രംപ്. അല്ല, നീ പറയുന്ന ചെറുക്കൻ ക്രിസ്ത്യാനിയാന്നോ? എന്റെ ആർച്ചേ, അത് അമേരിക്കയിലെ പുതിയ പ്രസിഡന്റാ. ഒന്ന് പറഞ്ഞു കൊടുക്ക്. പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ ആരെയാണ് മോൾക്ക് ഇഷ്ടം എന്ന് പറ, ഈ ആർച്ച് നടത്തി തരും. പിന്നെ നീ ആദ്യം ആ ട്രംപ് മോന്റെ ഫോണോ അഡ്രസ്സോ ഒന്ന് വാങ്ങിച്ചതാ. ഞാനും അവനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അല്ലാതെ എവളുടെ വാക്കും കേട്ടോണ്ടിരുന്നാലേ മൂത്ത് നരച്ച് കൊട്ടയടയ്ക്ക പോലത്തെ നിന്റെ അപ്പനെ പോലെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ അവരെ വിളിച്ച് വരാൻ പറ. ട്രംപിനെയോ? അല്ല, നിങ്ങൾ പറഞ്ഞ ചെറുക്കനെ.